അദ്ദേഹം അവസാന തവണ ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ ആ ജയിൽവാസം അദ്ദേഹത്തിനൊരല്പം കഠിനമായിരുന്നു. എന്തുകൊണ്ടാണ്? അവസാനത്തെ തവണ അവർ അദ്ദേഹത്തിന് കിതാബുകളോ എഴുതാനുള്ള സംവിധാനങ്ങളോ ഒന്നും നൽകാതെ മുടക്കുകയുണ്ടായി. അതും കൂടി തടസ്സപ്പെടുത്തി. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് അതോടെ എന്ത് ചെയ്തു? പരിപൂർണമായും ഖുർആനിലേക്ക് തിരിഞ്ഞു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും ഓതുക, പൂർത്തീകരിക്കുക, ഖത്മ് ചെയ്യുക. അങ്ങനെ ജയിലിലാണ്, ദമസ്കസിലെ ജയിലിലാണ് ഹിജറ 728 ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് ദിമഷ്കിലെ ജയിലിൽ വെച്ചാണ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്ന ആൾ പറയുന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഖത്മ് ചെയ്തുകൊണ്ടിരുന്നു, 40 അതിലധികമോ തവണ. അങ്ങനെ ഒടുവിൽ സൂറത്തുൽ ഖമർ പാരായണം ചെയ്യുകയും അതിൻ്റെ അവസാനത്തെ ആയത്ത് ഓതുകയും ചെയ്തിട്ടാണ് ഇബ്നു തൈമിയ്യ മരണപ്പെട്ടത് എന്ന്. സൂറത്തുൽ ഖമറിലെ അവസാന ആയത്തുകൾ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തി വനഹർ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകി മുഖ്തദിർ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തി വനഹർ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച തഖ്വയോടെ ജീവിച്ച ആളുകൾ ഫീ ജന്നാത്തിൻ വനഹർ, അവർ സ്വർഗീയ അരുവികളിലും സ്വർഗത്തോപ്പുകളിലുമാണ്. ഫീ ജന്നാത്തി വനഹർ ഫീ മഖഅദി സിദ്ഖിൻ, സിദ്ഖിൻ്റെ മഖഅദിൽ, സത്യസന്ധതയുടെ ഇരിപ്പിടത്തിൽ, ഇൻദ മലീകി മുഖ്തദിർ, അള്ളാഹുവിൻ്റെ അരികിൽ, മലീക്കും മുഖ്തദിറുമായ അള്ളാഹുവിൻ്റെ അരികിൽ. മലീഖ് അഥവാ രാജാതിരാജനായ, മുഖ്തദിർ എല്ലാത്തിനും കഴിവുള്ളവനായ അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ അരികിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ് അവർ മുത്തഖീങ്ങൾ. ഈ ആയത്ത് ഓതിയിട്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം പാരായണം ചെയ്ത് മരണപ്പെട്ടത് എന്നാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ആ ആയത്തിൽ പറഞ്ഞ സ്ഥാനം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നൽകി എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ വിജ്ഞാനീയങ്ങൾ മുസ്ലിം ഉമ്മത്തിന് പകർന്നു നൽകി അദ്ദേഹത്തെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ മഹാനായ പണ്ഡിതനെയും നമ്മയും നമ്മുടെ എല്ലാം നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ജനാസയിൽ ആ കാലത്ത് നോക്കണം, വാർത്താവിനിമയ സംവിധാനങ്ങളോ ഇന്നത്തെ അതിവേഗം മെസ്സേജുകൾ അയക്കാനും കൈമാറാനുമുള്ള സംവിധാനങ്ങളോ ഇല്ലാത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ജനാസയിൽ 2 ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്നാണ്. ഒരാളും ആ ജനാസയിൽ നിന്ന് മാറി നിന്നില്ല എന്നാണ്. സകല മുസ്ലിമീങ്ങൾ ഒന്നാകെ അദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ വന്നു എന്നാണ്. 2 or 3 പേരൊഴിച്ച് എല്ലാവരും വന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് പറയപ്പെടുന്നത് ഷെയ്ഖുൽ ഇസ്ലാമിനെ വല്ലാതെ ഉപദ്രവിച്ച ആളുകളായിരുന്നു. അപ്പോൾ അതിൽ പോയാൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉപദ്രവം അവർ പേടിച്ചു എന്നാണ്. ഇത്രയും ജനങ്ങൾ നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ജീവിതകാലത്ത് ജയിലിലകപ്പെട്ട ഭരണാധികാരികളുടെ അരികിൽ വലിയ സ്ഥാനമില്ലാതിരുന്ന ആളുകൾ, ഈ പണ്ഡിതന് മുസ്ലിം ഉമ്മത്തിൻ്റെ മനസ്സിൽ എത്ര വലിയ സ്ഥാനമുണ്ടായിരുന്നു എന്നതിനുള്ള തെളിവാണത്. ഈ കണ്ട വാർത്താവിനിമയ സംവിധാനങ്ങളും ഒന്നുമില്ലാത്ത അത്രയും ആളുകൾ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ജനാസയിൽ പങ്കെടുത്തു എന്നത്. റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ.